Hi everyone, welcome to my channel. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ്. എൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ചെയ്ത കുറച്ച് ഡെക്കറേഷൻസും അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും പിന്നെ കേക്കും പുഡിങ്സും കപ്പ് കേക്ക്സ് ഇതിൻ്റെയൊക്കെ കുറച്ച് ഗ്ലിംസസ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു നല്ലൊരു തീമായിരുന്നു ഞാൻ സെർച്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഹംദാന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബുൾഡോസർ, ഡംപ് ട്രക്ക്, അതായത് കൺസ്ട്രക്ഷൻ വെഹിക്കിൾസ്, പിന്നെ ജീപ്പ്, കാർ. അപ്പം അതൊക്കെ വെച്ചിട്ട് ഒരു മിക്സ്ഡ് തീം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ കുറച്ച് DIY പ്രോപ്പർട്ടീസ് കാണിച്ചു തരാം. ആദ്യം ഈ ഒരു ബാരിയർ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിക്കാം. ഞാൻ 4 കാർഡ്ബോർഡ് പീസസ്, സെയിം ലെങ്ത്തുള്ള 4 കാർഡ്ബോർഡ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വൈറ്റ് ഷീറ്റ് കൊണ്ട് ഈ കാർഡ്ബോർഡ് പീസസിനെ ഫുള്ളായി കവർ ചെയ്തു. എന്നിട്ട് 2 പീസസ് എടുത്ത് സ്റ്റേപ്പിൾ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരേ നീളത്തിലുള്ള പക്ഷെ വീതിയിൽ ഒന്ന് വീതി കൂടിയതും ഒന്ന് വീതി കുറഞ്ഞതുമായിട്ടുള്ള 2 കാർഡ്ബോർഡ് പീസസ് അതേപോലെ വൈറ്റ് പേപ്പർ എടുത്ത് കവർ ചെയ്തിട്ട് ഓറഞ്ച് കളർ ചാർട്ട് പേപ്പറിൽ സ്ട്രൈപ്സ് മുറിച്ചെടുത്ത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 2 കാർഡ്ബോർഡ് പീസസും നമ്മൾ നേരത്തെ സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസസിലേക്ക് ഗ്ലൂ ചെയ്തിട്ടാണ് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മേലെ മഞ്ഞ കളർ പേപ്പർ വെച്ചിട്ട് കോഷൻ എന്നുള്ളൊരു സൈൻ ബോർഡും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ടേബിളിൽ ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്, അതായത് കാറും ട്രക്കും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇത് നമുക്ക് കേക്ക് ടോപ്പേഴ്സായിട്ട് ഉപയോഗിക്കാം, കപ്പ് കേക്ക് ടോപ്പേഴ്സായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് 4 എന്ന് എഴുതിയ ഒരു സൈൻ ബോർഡാണ്. അപ്പം അതിന് ആദ്യം ഞാൻ യെല്ലോ കളർ ചാർട്ട് പേപ്പർ എടുത്ത് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു സൈൻ ബോർഡിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് മുറിച്ചതിന് ശേഷം, അതായത് ട്രയാങ്കിളിൻ്റെ എഡ്ജസ് ഒക്കെ കറക്റ്റ് റൗണ്ട് ഒക്കെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബ്ലാക്ക് മാർക്കർ കൊണ്ട് ബോർഡർ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതേ ഷേപ്പിലുള്ള ഒരു കാർഡ് ബോർഡ് കട്ട് ചെയ്ത് ഈ നമ്മുടെ സൈൻ യെല്ലോ കളർ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്ത സൈന് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. നല്ലൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണിത്. എന്നിട്ട് 4 മാർക്കർ കൊണ്ട് എഴുതിയതിന് ശേഷം ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഞാനൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തു. ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ഐറ്റവും നമുക്ക് കട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡംപ് ട്രക്ക്, ഒരു ജീപ്പ്, പിന്നെ സൈൻ, കൺസ്ട്രക്ഷൻ കോൺസ് ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുത്തു. അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയ പ്രോപ്സ് ഒക്കെ ഒരു റോഡ് പോലെ ആക്കി സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഏതൊരു ഐറ്റം വാങ്ങിയപ്പം അതിനകത്ത് പാക്കേജിങ്ങിലുണ്ടായ ഈ ഒരു സ്പോഞ്ചാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ തോന്നിയത്. അപ്പോൾ ഇതിനെ ഈക്വലായിട്ട് ഞാൻ 4 പാർട്സായിട്ട് മുറിച്ചു. എന്നിട്ട് 2 എണ്ണം സ്റ്റിക്ക് ചെയ്ത് അതിലേക്ക് ബ്ലാക്ക് ചാർട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് കൊടുത്തു. അതേപോലെ വേറെ 2 പീസസും സ്റ്റിക്ക് ചെയ്ത് ബ്ലാക്ക് ചാർട്ട് കൊണ്ട് കവർ ചെയ്തിട്ട് കൊടുത്തു. എന്നിട്ട് കത്രിക കൊണ്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കി, ചാർട്ട് പേപ്പറിൽ ചെറിയ ഹോൾസ് ഉണ്ടാക്കി നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സ് അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി പുഡിങ്സ് അല്ലെങ്കിൽ കപ്പ് കേക്ക്സ് എന്തെങ്കിലും വെക്കാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഐപാഡിൻ്റെ ബോക്സ് കവറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിനെ ബ്ലാക്ക് ചാർട്ട് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ സൈഡിലെല്ലാം റോഡ് പോലെ ചെറിയ വൈറ്റ് കഷ്ണങ്ങൾ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഡിഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈൻ ബോർഡും അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ബാക്ക് ഡ്രോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള വേർഡിങ്സും പിന്നെ കുറച്ച് പിക്ചേഴ്സും, അതായത് ഇപ്പം എൻ്റെ തീം കൺസ്ട്രക്ഷൻ തീം ആയതുകൊണ്ട് വെഹിക്കിൾസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് പ്രിൻ്റ് ചെയ്തിട്ട് ഫോം ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത്. ഫോം ബോർഡ് ഏതൊരു സ്റ്റേഷനറി ഷോപ്പിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. എന്നിട്ട് പിക്ചറിൻ്റെ അതേ ഒരു ഔട്ട്ലൈനിൽ കട്ട് ചെയ്തിട്ടെടുത്ത് ഈ ഒരു ഫോം ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്യുമ്പം നമ്മുടെ ബാക്ക് ഡ്രോപ്പിലേക്കൊരു കുറച്ചും കൂടെ 3D ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഫോം ബോർഡിൽ സ്റ്റിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കർട്ടൻസ്, അതായത് ക്ലോത്ത് ഉപയോഗിക്കുന്നതിന് പകരം വാളിലേക്ക് 4 വലിയ ബ്ലാക്ക് ചാർട്ട് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അതിലേക്കാണ് വേർഡിങ്സും നമ്മുടെ പിക്ചേഴ്സും
വെഹിക്കിൾസും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബലൂൺസിൻ്റെ ആർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണിത്. ഈ ഒരു റീലിൽ ഹോൾസ് ഉണ്ട്, അതിലേക്ക് ബലൂൺസ് വെച്ച് കൊടുത്താൽ മതി. ഞങ്ങളുടെ തീം ഒരു റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്, ബ്ലാക്ക് ഇതൊക്കെ കളേഴ്സ് മിക്സ് ആയിട്ടുള്ള ഒരു തീമാണ് ഞാൻ സെലക്ട് ചെയ്തത്. എടുത്തു പറയേണ്ടത് അന്നുണ്ടായ കേക്ക്, കപ്പ് കേക്ക്സ്, ലോലിപോപ്സ്, പിന്നെ ചോക്ലേറ്റ് പുഡിംഗ്, ജാർ കേക്ക്സ് ഇതിനൊക്കെ കുറിച്ചിട്ടാണ്. ഇതൊക്കെ ഞങ്ങൾ കേക്ക് മോമ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അവർ ചെയ്തു തന്നതാണ്. ടേസ്റ്റിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഓരോ ഐറ്റവും. നിങ്ങൾ കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ തീർച്ചയായും അവരുടെ ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ വീണ്ടും കുറേ നല്ല വീഡിയോസായിട്ട് വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.